രസ പൗഡറൊന്നും ചേർക്കാത്തൊരു നാടൻ രസം. അപ്പോൾ രസത്തിന് വേണ്ടത് കുറച്ച് മല്ലി, മുഴുവൻ മല്ലി, ജീരകം, കുരുമുളക്, പിന്നെ കുറച്ച് തക്കാളി, പിന്നെ വെളുത്തുള്ളി, തോല് കളയാത്ത വെളുത്തുള്ളി, പിന്നെ പരിപ്പ് വേവിച്ചത് ബാക്കിയുണ്ട്, അതെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പുളി. ഇനി മല്ലിയും ജീരകവും കുരുമുളകും മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. നൈസാക്കി പൊടിക്കണ്ട, എന്നാൽ പൊടിയും വേണം. പിന്നെ രസം തോരൻ വയ്ക്കണമെന്ന് വെച്ചാൽ ആ അളവിന് എല്ലാ സാധനങ്ങളും എടുക്കുക. തമിഴ്നാട്ടിൽ രസം വയ്ക്കുമ്പോൾ അതിൽ മുതിരയുടെ ചാറ് ചേർക്കും. അപ്പോൾ അതിനെ കൊള്ളി രസം എന്ന് പറയും. ഞാനിവിടെ വയ്ക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി പുളി ഒഴിക്കാം, ആവശ്യത്തിനുള്ള പുളി. പിന്നെ പയറ്, കടലയൊക്കെ ബാക്കി വന്നാൽ അത് കുറച്ച് അരച്ച് ചേർക്കാറുണ്ട് ഞാൻ. രസം പലതരം വയ്ക്കാം, അതിലൊരു തരം ഇത്. രസത്തിന് മല്ലിയില പ്രധാനമാണ്. ഞാൻ മല്ലിയിലയിൽ ഇങ്ങനെ രസം വയ്ക്കുകയില്ല. അതുപോലെ തന്നെ രസത്തിൽ കുരുമുളക് പൊടി മാത്രമേ ചേർക്കാവൂ, മറ്റേ മുളക് പൊടി ചേർക്കാൻ പാടില്ല. 2 പച്ചമുളക് വേണമെങ്കിൽ ഇടാം. വെളുത്തുള്ളി തോല് കളയാണ്ട് ചതച്ചത് ഇടുക. അത് ചതയ്ക്കണം കേട്ടോ, മിക്സിയിൽ അരയ്ക്കാനൊന്നും പാടില്ല. ഇന്നത്തെ രസത്തിൽ തക്കാളി വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ഇടാൻ പോണ്. പച്ചത്തക്കാളി ഇടാറുണ്ട് കേട്ടോ ഞാൻ. കുറച്ച് നേരം ഇളക്കിയിട്ട് അത് സിമ്മിലിട്ടിട്ട് കമത്തി മൂടി വയ്ക്കുക. അപ്പോൾ അത് നല്ലപോലെ അലിഞ്ഞ് കിട്ടും, കല്ല് പോലെ കിടക്കില്ല. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, വേപ്പില ഇട്ടു. പിന്നെ പരിപ്പായിരുന്നു, പരിപ്പ് ഞാൻ മിക്സിയിലടിച്ചു ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതൊഴിച്ചു. തക്കാളി നല്ലപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതതിൽ ഇടാം. ചില തക്കാളി തിളയ്ക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കല്ല് പോലെ കിടക്കും, അലിയില്ല. ഇങ്ങനെയാകുമ്പോൾ നല്ല അലിഞ്ഞ് ചേരും, അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. നിങ്ങൾക്ക് രസത്തിന് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ പൊടികൾ കുറച്ചോ. ഇപ്പോൾ ഇത് തിളച്ചതിൽ കായംപൊടി ഇടുക. അത് കഴിഞ്ഞ് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ഇടുക. അത് കഴിഞ്ഞൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ മല്ലിയില ഇടാം. മല്ലിയില ഇട്ടൊന്ന് തിളപ്പിക്കുക. അത് കഴിഞ്ഞാൽ കടുക് കാച്ചുക. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇട്ടാൽ മതി ഈ മുഴുവൻ മുളകും വേപ്പിലയും. അല്ലാന്ന് വെച്ചാൽ ഈ മുളകൊക്കെ കരിയും. രസത്തിൽ വെളുത്തുള്ളി നന്നായി ഇടണം, അതുപോലെ ജീരകവും കുറച്ച് കൂടുതൽ ഇടണം. കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും ഉള്ള കാരണം കൊണ്ട് ഈ രസം നമുക്ക് വയറിന് വളരെ നല്ലതാണ്. അപ്പം ഞങ്ങളുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. രസം വയ്ക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ വെള്ള അവിയൽ, ജീരകം ഇടാത്ത, മഞ്ഞൾപ്പൊടി ഇടാത്ത, മുളക് പൊടി ഇടാത്ത അവിയൽ.